അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ അതാഖത്തുൽ കുബ്ര, നരകമോചനത്തിനുള്ള വലിയ മാർഗം എന്ന് ഇസ്ലാം പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നാമുമായി ബന്ധപ്പെട്ട് ആരെങ്കിലൊക്കെ മരണപ്പെടുന്ന സമയത്ത് അവരുടെ കുടുംബങ്ങളും കൂട്ടുകാരും ബന്ധുമിത്രാദികൾ എല്ലാവരും ഒരുമിച്ചു കൂടി 70,000 ദിക്ർ ചൊല്ലി ആ വ്യക്തിക്ക് ഹദിയ ചെയ്ത് വരുന്നതായി നാം കാണുന്നു. ഇത് നരകമോചനത്തിനുള്ള കാരണമാണെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ അടക്കം അത് പ്രതിഫലാർഹമായ കാര്യമാണെന്ന് രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. ഇതിന് അൽ അതാഖത്തു സുഗ്റ, നരകമോചനത്തിനുള്ള ചെറിയ കാരണം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അൽ അതാഖത്തുൽ കുബ്ര എന്ന് പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തി മഹാനരാകുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് മർഫൂആയി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ തലാ ഖുൽ ഹുവല്ലാഹു അഹദ് 100,000 മറ, ആരെങ്കിലും തന്റെ ജീവിതകാലത്ത് 100,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഫഖദ് ഇസ്തറാ നഫ്സഹു മിനല്ലാഹ്, അവൻ അവന്റെ ശരീരത്തെ അല്ലാഹുവിൽ നിന്ന് വിലക്ക് വാങ്ങിയവനാണ്. വനാദാ മുനാദിൻ മിൻ ഖിബലില്ലാഹി തആല ഫി സമാവാതിഹി വഫി അർളിഹി, അള്ളാഹുവിന്റെ ആകാശങ്ങളിൽ ഭൂമിയിൽ ഒരു വിളിച്ചു പറയുന്ന മലക്ക് വിളിച്ചു പറയും, അലാ ഇന്ന ഫുലാനൻ, നിശ്ചയമായും ഇന്നാലിന്ന മനുഷ്യൻ, അതീഖുല്ലാഹ്, അവൻ അള്ളാഹു പ്രത്യേകം മോചനം നൽകിയ വ്യക്തിയാണ്. ഫമൻ ലഹു തബഅ ഫല്യഖുദ്ഹ മിനല്ലാഹ്, അവനിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ലഭിക്കാനുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കൈപ്പറ്റട്ടെ എന്ന് മലക്ക് ആകാശഭൂമികളിൽ വിളിച്ചു പറയുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് കൊണ്ടുവന്നുകൊണ്ട് അല്ലാമ ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം. വല്ലാഹിറു ദാലിക തക്ഫീറുൽ കബായിരി ബിഹാദാ അയ്ളൻ, ഇത് ഒരു വ്യക്തിയുടെ വൻ പാപങ്ങളെ വരെ പൊറുപ്പിക്കാൻ മാത്രം പവിത്രമാണ് ഈ 100,000 സൂറത്തുൽ ഇഖ്ലാസ് ജീവിതകാലത്ത് പാരായണം ചെയ്തു വെക്കുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു ആരാണ് എന്ന് ഖുറൈശികൾ, സിഫ് ലനാ റബ്ബക്, ഓ മുഹമ്മദ് നബിയെ, നിങ്ങളുടെ റബ്ബിനെ ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരൂ. ആ റബ്ബ് സ്വർണത്തിൽ നിന്നാണോ, വെള്ളിയിൽ നിന്നാണോ, മരക്കഷ്ണമാണോ, ഇരുമ്പാണോ എന്നൊക്കെ വന്ന് തിരുനബി തങ്ങളെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്ന സമയത്ത്, അതെ, അള്ളാഹു ആരാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ച അധ്യായമാണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്, അല്ലെങ്കിൽ സൂറത്തുൽ തൗഹീദ്, സൂറത്തുൽ തഫ്രീദ് എന്നൊക്കെ ഉള്ള പേരുകൾ അറിയപ്പെടുന്ന ആ അധ്യായം. ഖുൽ, നബിയെ തങ്ങൾ പറയണം, ഹുവ, കാര്യം, അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. അല്ലാഹു സമദ്, അവൻ നിരാശ്രയനും മറ്റുള്ള എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനുമാണ്. ലം യലിദ്, അവന് സന്താനങ്ങളില്ല. വലം യൂലദ്, അവന് മാതാപിതാക്കളില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് സമാനമായി ഈ ലോകത്ത് ഒന്നും തന്നെയില്ല എന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന സുലുസുൽ ഖുർആൻ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആന്റെ 1/3 സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പരിചയപ്പെടുത്തിയ അധ്യായമാണ്. അതുപോലെ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതിന്റെ മഹത്വം ധാരാളം ഹദീസിൽ വന്നിട്ടുണ്ട്. ആരെങ്കിലും 1000 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ സ്വർഗത്തിൽ നിന്ന് അവന്റെ സ്ഥാനം കണ്ടിട്ടല്ലാതെ അവൻ മരിക്കുകയില്ല എന്ന് ഹദീസിലുണ്ട്. അതുപോലെ ധാരാളം പ്രത്യേകതകളുള്ള അധ്യായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ കഴിയുമെങ്കിൽ 100,000 പ്രാവശ്യം പാരായണം ചെയ്യാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.